എന്തുകൊണ്ടാണ് ബേബി ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്? അതായത് കുട്ടികളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഒന്നാമത്തെ മാസത്തിൽ കുട്ടി ഏതൊക്കെ രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റും, ഏത് സ്റ്റേജിലായിരിക്കും, മൂന്നാം മാസം എത്തുമ്പോൾ എങ്ങനെയായിരിക്കും, ആ കുട്ടികളെ എങ്ങനെ ഫോട്ടോ എടുക്കാം, ആറാം മാസത്തില്, പത്താം മാസത്തില്, 1 ഇയർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും, ആ ഒരു കുട്ടികളുടെ ഓരോ സ്റ്റേജിനെ കുറിച്ച്, മൈൽ സ്റ്റോൺസ് കുറിച്ചിട്ട് ഒരു ധാരണ വേണം. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബേബിയുടെ സേഫ്റ്റിയാണ് പ്രധാനം. കുട്ടികൾക്ക് ഒരു എന്തെങ്കിലും മോശപ്പെടുന്ന രീതിയിലുള്ള ഒബ്ജക്ട്സ് ഒന്നും അടുത്ത് വെക്കാൻ പാടില്ല. കുട്ടികൾ എടുത്തിട്ട് വായിലെടുത്ത ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ പെട്ടെന്ന് വീണാലും തട്ടിയാലോ മുറിയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഒന്നും ഫോട്ടോഷൂട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ലൈറ്റ്, നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് എപ്പോഴും കുട്ടികളുടെ കണ്ണിൽ ഡയറക്റ്റ് അടിക്കാതെ ശ്രദ്ധിക്കണം. ആ ഒരു രീതിയിൽ വേണം ലൈറ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പല രീതിയിൽ എങ്ങനെ കൊടുക്കാം, എങ്ങനെയൊക്കെ കുട്ടികളെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഹാൻഡ് ഗ്ലോ ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അങ്ങനെ ഒക്കെ കാര്യങ്ങൾ വേണം. നമ്മളൊരു പ്രത്യേക ദിവസം ഷൂട്ട് ഫിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് തലേ ദിവസം തന്നെ നമുക്ക് തണുപ്പൊന്നും പിടിക്കാതെ റെഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ